ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ച് നോക്കിയാലോ. ദൈവവചനം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ദൈവവചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് വചനം പങ്കുവെക്കേണ്ടത്, വചനം എന്താണ് നമ്മിൽ ചെയ്യുന്നത്, ഇത് നമുക്ക് നോക്കിയാലോ. വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുന്നു, ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലത്രേ അധിഷ്ഠിതമായിരിക്കുന്നത്. ദൈവവചനം കേൾക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒരാൾ ദൈവവചനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും അയാളിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു. പരിശുദ്ധാത്മാവ് വിശുദ്ധ ജീവിതത്തിനുള്ള ശക്തി ഒരു വ്യക്തിക്ക് നൽകുന്നു. ദൈവവചനം വാക്കുകളിലല്ല, വിശുദ്ധ ജീവിതത്തിനുള്ള ശക്തിയിലാണ് അടങ്ങിയിരിക്കുന്നത്. നീ ഒരു വിജ്ഞാനിയും പണ്ഡിതനുമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി ചില കാര്യങ്ങളൊക്കെ ബൈബിളിൽ നിന്ന് കണ്ടുപിടിച്ച് മറ്റുള്ളവരോട് തർക്കിച്ച് നിന്റെ വിജ്ഞാനം കാണിക്കാനല്ല നീ ബൈബിൾ വായിക്കേണ്ടത്. നിന്റെ ജീവിതത്തിൽ നിന്ന് തിന്മകളില്ലാതാക്കി ജീവിക്കാനാണ് നീ ബൈബിൾ വായന പ്രധാനമായും ലക്ഷ്യം വയ്ക്കേണ്ടത്. ഏറ്റവും വലിയ ജ്ഞാനം വിശുദ്ധ ജീവിതമാണ് എന്ന കാര്യം മറന്നുപോകാതെ ഇരിക്കുക. ദൈവവചനം വായിക്കുന്നവർ സ്വയം ദൈവ സ്നേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് വേണം വായിക്കാൻ. കാരണം നീ 10 വർഷം കൊണ്ട് ഒരു വേദശാസ്ത്ര ക്ലാസ്സിൽ പഠിച്ചതിനേക്കാൾ ഏറെ കാര്യങ്ങൾ നിന്നെ ഒരു നിമിഷം കൊണ്ട് പഠിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. അതിനാൽ സമർപ്പണ മനോഭാവത്തോടുകൂടി വേണം വചനം വായിക്കാൻ. ഇനി എങ്ങനെയാണ് വചനം പങ്കുവെക്കേണ്ടത് എന്ന് നമുക്ക് നോക്കിയാലോ. വാക്കുകളുടെ ആരവമല്ല വചനപ്രഘോഷണം. കഠിനമായ ചില വാക്കുകൾ സമർത്ഥമായി ഉപയോഗിക്കുന്നതോ അസാധാരണ വാക്കുകൾ ഉപയോഗിക്കുന്നതോ മാത്രമായി വചനപ്രഘോഷണത്തെ കാണരുത്. നിന്റെ ലക്ഷ്യം നീ ഒത്തിരി വാക്കുകൾ അറിയുന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണിക്കാനായിരിക്കരുത്. ഭിന്നാഭിപ്രായങ്ങളും അനാവശ്യ ചർച്ചകളും നിന്റെ വചനപ്രഘോഷണത്തിൽ നീ ഉപേക്ഷിക്കണം. ഉദാഹരണത്തിന് ചില തത്വശാസ്ത്രജ്ഞന്മാർ അങ്ങനെ പറഞ്ഞു, നീഷെ പറയുന്നതല്ല ഞാൻ പറയുന്നത്, ചില എഴുത്തുകാർ പറഞ്ഞത് ശരിയല്ല, ചില നോവലിലെ കഥകൾ തെറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഭിന്ന അഭിപ്രായങ്ങൾ പറഞ്ഞ ശേഷം ഞാൻ പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ് എന്ന് പ്രഖ്യാപിക്കരുത്. ഏകാഗ്രത നശിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും വചനപ്രഘോഷണത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നീ ഒരു ബഹുമാനകാംക്ഷി ആകരുത്. നിന്റെ വചനപ്രഘോഷണം കേൾക്കുന്നവർക്ക് നിന്നോട് ബഹുമാനവും സ്നേഹവും തോന്നിപ്പിക്കുക എന്നതല്ല നിന്റെ ലക്ഷ്യം. നിന്റെ അടുത്ത് വന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നൊരു ചിന്ത കൊടുക്കരുത്. ഫരിസേയർ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതുപോലെ നിന്റെ പുണ്യകൃത്യങ്ങളുടെ പട്ടിക ആൾക്കാരെ പറഞ്ഞു കേൾപ്പിക്കുക, പോയിട്ടുള്ള രാജ്യങ്ങളുടെ കഥ പറയുക തുടങ്ങിയ വഴി ഒരു ബഹുമാനകാംക്ഷി ആക്കുകയാകരുത് നിന്റെ ലക്ഷ്യം. നിന്റെ പ്രസംഗം യുക്തിസംഘർഷം ഉണ്ടാക്കരുത്. യുക്തിസഹജമായ രീതിയിൽ ചിന്തിക്കുന്നവർ നിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് പോകാൻ ഒരു കാരണം നിന്റെ വാക്കുകളിൽ യാതൊരു യുക്തിയുമില്ല എന്നതാകാം. സാമാന്യ യുക്തിയിലുള്ള മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ നീ പറയുന്നതെന്ന് വിലയിരുത്തുക. മനുഷ്യാവതാരം, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് തുടങ്ങിയ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രഹസ്യങ്ങളെക്കുറിച്ചല്ല ഇവിടെ സൂചിപ്പിക്കുക. വസ്ത്രധാരണം, ആഹാരം, കുടുംബ ബന്ധങ്ങൾ തുടങ്ങിയവ സാധാരണ കാര്യങ്ങൾ പോലെ പറയുമ്പോൾ സാമാന്യ യുക്തിയുടെ തലത്തിലേക്ക് പോലും നിന്റെ സംസാരം വരുന്നില്ലെങ്കിൽ അത് വിവരമുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാം. ഇനി വചനം എന്താണ് നമ്മിൽ ചെയ്യുന്നത് നോക്കിയാലോ. വചനം നിത്യമായവ രുചിക്കാനുള്ള കഴിവ് തരുന്നു. ബഹുമാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള മനഃപൂർവമായ തീരുമാനം തരുന്നു. അപവാദങ്ങൾ സഹിക്കുവാനുള്ള കൃപ തരുന്നു. സർവ പ്രതീക്ഷകളും ദൈവത്തിൽ സമർപ്പിക്കാൻ വചനം സഹായിക്കുന്നു. ദൈവം പലരോടും പല രീതിയിലാണ് സംസാരിക്കുക. ചിലരോട് പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, മറ്റു ചിലരോട് പ്രത്യേകമായ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ചിലരോട് ചില ചിഹ്നങ്ങളും അടയാളങ്ങളും വഴി ദൈവം സംസാരിക്കുന്നു. ചിലർക്ക് പ്രകാശധോരണിയോടുകൂടെ ദൈവം രഹസ്യങ്ങൾ വെളിവാക്കി കൊടുക്കുന്നു. ഇങ്ങനെ പലരോടും പല രീതിയിലാണ് ദൈവം സംസാരിക്കുന്നത്. അറിവിൻ്റെ വചനം വ്യക്തികൾക്ക് ലഭിക്കുന്നത് പല രീതിയിലാണല്ലോ. വചനവായന മതാനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കാൻ നിന്നെ സഹായിക്കുന്നതോടൊപ്പം പ്രസാദവരത്തിൻ്റെ വൈശിഷ്ട്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ള ഒരു ജീവിതം നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നീ വെറുതെ
കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന വ്യക്തിയാണെന്ന് വചനം നിന്നെ ബോധ്യപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിച്ചാലോ? കർത്താവായ ഈശോയെ, ബഹുമാനത്തോടും എളിമയോടും കൂടി വചനം വായിക്കാനും ആത്മാർത്ഥതയോടെ വചനം ജീവിതത്തിൽ പകർത്താനും എനിക്ക് കൃപ നൽകണമേ. ദൈവവചനം വായിക്കേണ്ടതും വചനം പങ്കുവയ്ക്കേണ്ടതും എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.